ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലാമ്പ് അല്ലെങ്കിൽ മട്ടൺ ടിക്ക കബാബാണ്. നമുക്കിത് തവയിലും ചെയ്തു നോക്കാം, അവനിലും ചെയ്തു നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നോക്കാം ഈ റെസിപ്പി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന്. ഞാനിവിടെ 1/2 കിലോ ലാമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അതിന്റെ ഫാറ്റ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയെല്ലാം ഒരു സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്യാം. ഇടയ്ക്ക് ബോൺ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കണം. മാക്സിമം നമുക്ക് ബോൺലെസ് പീസാണ് ആവശ്യം. എല്ലാം റഫ്ലി ഈക്വൽ സൈസ് ആയിട്ട് മുറിക്കാം. അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാരണ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്. ഇത് ഓപ്ഷണൽ ആണ്. സിനമൺ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല കൂട്ടിയാൽ മതി. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇപ്പൊ ഒലീവ് ഓയിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ പീസസിലും നമ്മുടെ മസാലയൊക്കെ വരുന്ന രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ മട്ടണിലും ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പോൾ UK-ലാണ് താമസിക്കുന്നത്. ഇവിടെ ലാമ്പാണ് ഈസിലി കിട്ടുന്നത്. മട്ടൺ കിട്ടിയാലും നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ മസാലയൊക്കെ പരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ നമ്മൾ ഓവർനൈറ്റ് വെച്ചു. ഇനി ഇത് തുറന്നു നോക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കബാബ് ഉണ്ടാക്കാൻ പോകുന്നത് ബാംബൂ സ്ക്യൂസിലാണ്. നിങ്ങളുടെ അടുത്ത് മെറ്റൽ സ്ക്യൂസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പൊ ബാംബൂ സ്ക്യൂസ് ആണെങ്കിൽ കുറച്ചു നേരം ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണേ. ഒരു 20-30 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവനിൽ വെക്കുമ്പോഴത്തേക്കും ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ മീറ്റിന്റെ ഇടയ്ക്ക് വെക്കാനായിട്ട് ഞാൻ കുറച്ച് അണിയൻസും ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഇവിടെ ക്യാപ്സിക്കോ ആണ് എടുക്കുന്നത്. പിന്നെ ഒരു ഓണിയൻ, പിന്നെ നമുക്കൊരു മീറ്റ് വെച്ച് കൊടുക്കാം. അതിന്റെ ഫാറ്റി പോർഷൻ താഴെ വരുന്ന രീതിക്ക് വെക്കണം. അപ്പോഴാണ് നമുക്ക് ആ ജ്യൂസ് ഇറങ്ങിയിട്ട് വെജിറ്റബിൾസിലേക്കൊക്കെ ജ്യൂസ് കിട്ടുള്ളൂ. പിന്നെ മീറ്റ് അങ്ങനെ മിക്സ്ഡ് ആക്കിയിട്ട് വെച്ചു കൊടുക്കാം. എപ്പോഴും ഇടയിൽ ഒരു ഫാറ്റി പീസ് വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിന്റെ ജ്യൂസ് ഇറങ്ങിയിട്ട് ഡ്രൈ ആവാതെ ഇരിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് 2 എണ്ണം തവയിലും 2 എണ്ണം അവനിലും കുക്ക് ചെയ്തെടുക്കാം.
ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് കുറച്ച് ഫാറ്റി പീസ് വരാൻ നോക്കണം. കാരണം എന്നാൽ മാത്രമേ അതിന്റെ ജ്യൂസ് ഇറങ്ങിയിട്ട് ഡ്രൈ ആവാതെ ഇരിക്കുള്ളൂ. നമുക്ക് ഫസ്റ്റ് അവനിൽ വെക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ട്രേയിൽ അലൂമിനിയം ഫോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 എണ്ണം അവനിലേക്ക് വെക്കാം. നമുക്കിത് അവനിൽ വെക്കാം 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ്. അടുത്ത 2 എണ്ണം നമുക്ക് തവയിൽ വെക്കാം. അതിന് വേണ്ടിയിട്ട് തവ നല്ല ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ മതി. ഇനി നമുക്ക് കബാബ് വെച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പൊ മട്ടനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. ഓരോ സൈഡും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അവനിൽ വെച്ചിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് എടുത്തിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ബ്രഷ് ചെയ്യാൻ എടുത്തത്. ഇനി നമുക്കൊന്ന് സൈഡ് തിരിച്ച് കൊടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് അവനിലേക്ക് തന്നെ തിരിച്ചു വെക്കാം. അപ്പൊ നമ്മുടെ തവയിലെ കബാബ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതോടെ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അവനിലേയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതും കൂടി എടുക്കാം. അപ്പൊ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും തവയിലെയും ഇത് രണ്ടും ഓവനിലെയും. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഒക്കെ കമന്റ്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂടെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരെ ബൈ.